അമേരിക്കയിൽ ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മക്കളുടെ ഏജിംഗ് ഔട്ട് പ്രശ്നം. അതായത് മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് അപേക്ഷയിൽ ഡിപ്പെൻഡന്റ് ആയി ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടിക്ക് 21 വയസ്സ് തികയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ആ കുട്ടിക്ക് മാതാപിതാക്കളോടൊപ്പം ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടാം. ഇതോടെ കുട്ടിക്ക് മറ്റൊരു വിസ സ്റ്റേറ്റസിലേക്ക് മാറേണ്ടി വരികയോ ചില സാഹചര്യങ്ങളിൽ അമേരിക്ക വിടേണ്ട സാഹചര്യമോ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചില കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന പ്രധാനപ്പെട്ട നിയമമാണ് ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA. എന്താണ് CSPA? കുട്ടിയുടെ CSPA ഏജ് എങ്ങനെയാണ് കണക്കാക്കുന്നത്, എപ്പോഴാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നതെല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. സാധാരണ അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം 21 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ മക്കളെയാണ് പല ഇമിഗ്രേഷൻ വിഭാഗങ്ങളിലും ചൈൽഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഗ്രീൻ കാർഡ് അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ വർഷങ്ങൾ എടുക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി അപേക്ഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇതിനിടയിൽ കുട്ടിക്ക് 21 വയസ്സ് തികയാം. ഇവിടെയാണ് CSPA സഹായകരമാകുന്നത്. 2002 ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. ലളിതമായി പറഞ്ഞാൽ USCIS അപേക്ഷ പ്രോസസ് ചെയ്യാൻ എടുത്ത സമയത്തെ ചില സാഹചര്യങ്ങളിൽ കുട്ടിയുടെ പ്രായത്തിൽ നിന്ന് കുറയ്ക്കാൻ CSPA അനുവദിക്കുന്നു. അതായത് കുട്ടിയുടെ യഥാർത്ഥ പ്രായം 21 കഴിഞ്ഞാലും കണക്കാക്കിയ CSPA ഏജ് 21 താഴെയാണെങ്കിൽ കുട്ടിക്ക് മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് അപേക്ഷയിൽ തുടരാൻ സാധിച്ചേക്കും. CSPA ഏജ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് വിസ ലഭ്യമാകുന്ന സമയത്ത് 21 വയസ്സും 6 മാസവും പ്രായമുണ്ടെന്ന് കരുതുക. അതേസമയം മാതാപിതാക്കളുടെ I-130 അല്ലെങ്കിൽ I-140 പെറ്റീഷൻ USCIS ഒരു വർഷം അതായത് 12 മാസം പ്രോസസ് ചെയ്യാൻ എടുത്തു. അപ്പോൾ ചില CSPA കണക്കുകൂട്ടലുകളിൽ ഈ 12 മാസം കുട്ടിയുടെ പ്രായത്തിൽ നിന്ന് കുറയ്ക്കാം. 21 വയസ്സും 6 മാസവും മൈനസ് 12 മാസം. അങ്ങനെ CSPA ഏജ് 20 വയസ്സും 6 മാസവും ആകും. അതായത് കുട്ടിയുടെ യഥാർത്ഥ പ്രായം 21 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും CSPA കണക്ക് പ്രകാരം കുട്ടിക്ക് 21 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇതിലൂടെ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള യോഗ്യത സംരക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കേസുകളിലും ഒരേ രീതിയിൽ CSPA കണക്കാക്കണമെന്നില്ല. കൂടാതെ വിസ ലഭ്യമായ തീയതി എങ്ങനെ കണക്കാക്കണം എന്നതും വളരെ പ്രധാനമാണ്. ഇവിടെയാണ് വിസ ബുള്ളറ്റിൻ ശ്രദ്ധിക്കേണ്ടത്. വിസ ബുള്ളറ്റിനിൽ സാധാരണയായി ഡേറ്റ് ഫോർ ഫയലിംഗ് എന്നും ഫൈനൽ ആക്ഷൻ ഡേറ്റ് എന്നും 2 പ്രധാന ചാർട്ടുകളുണ്ട്. CSPA കണക്കുകൂട്ടലിൽ ഏത് തീയതിയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് നിങ്ങളുടെ ഇമിഗ്രേഷൻ വിഭാഗത്തെയും നിലവിൽ USCIS നിയമങ്ങളെയും ആശ്രയിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള EB-2, EB-3 അപേക്ഷകർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പഴയ വിവരങ്ങളെയോ മറ്റുള്ളവരുടെ കേസിനെയോ മാത്രം ആശ്രയിച്ച് നിങ്ങളുടെ കുട്ടിയുടെ CSPA ഏജ് കണക്കാക്കരുത്. നിങ്ങളുടെ കേസിന് ബാധകമായ ഏറ്റവും പുതിയ USCIS മാർഗനിർദ്ദേശങ്ങളും പരിശോധനകളും ആവശ്യമെങ്കിൽ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുകയും ചെയ്യുക. ഇനി CSPA ആനുകൂല്യം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് സോട്ട് ടു അക്വയർ എന്ന നിബന്ധന. വിസ ലഭ്യമാകുന്നതിന് ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ കുട്ടി ഗ്രീൻ കാർഡിനായി നടപടികൾ ആരംഭിച്ചിരിക്കണം. അമേരിക്കയിൽ തന്നെയാണെങ്കിൽ സാധാരണയായി ഫോം I-485 വഴി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് നടപടികൾ ഉണ്ടാകാം. അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ ആവശ്യമായ സാഹചര്യത്തിൽ NVC വഴി ഇമിഗ്രന്റ് വിസ പ്രോസസ്സിംഗ്, അതിൽ DS-260 പോലെയുള്ള നടപടികൾ ഉണ്ടായേക്കാം. ഇനി സമയപരിധി പാലിച്ചില്ലെങ്കിൽ CSPA സംരക്ഷണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ പ്രയോറിറ്റി ഡേറ്റ് കറക്റ്റ് ആകുമ്പോൾ തന്നെ നടപടികൾ വൈകിപ്പിക്കരുത്. ഇനി മറ്റൊരു നിർണായകമായ നിബന്ധനയാണ് അൺമാരിഡ് റിക്വയർമെന്റ്. CSPA സംരക്ഷണം ലഭിക്കുന്ന കുട്ടി സാധാരണയായി അവിവാഹിതനായിരിക്കണം. ഇമിഗ്രേഷൻ വിഭാഗത്തിന് അനുസരിച്ച് ബാധകമായ നിയമങ്ങൾ വ്യത്യാസപ്പെടാം. അതിനാൽ ഗ്രീൻ കാർഡ് പ്രോസസ് നടക്കുന്നതിനിടെ വിവാഹം കഴിക്കുന്നത് കുട്ടിയുടെ എലിജിബിലിറ്റിയെ ബാധിക്കുമോ എന്ന് മുൻകൂട്ടി പരിശോധിക്കണം. ഇനി അമേരിക്കയിൽ H-1B, L-1 തുടങ്ങിയ വിസകളിൽ കഴിയുന്ന മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ 18 അല്ലെങ്കിൽ 19 വയസ്സാണെങ്കിൽ 21 വയസ്സ് വരെ കാത്തു നിൽക്കാതെ തന്നെ CSPA സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കുട്ടിയുടെ പ്രയോറിറ്റി ഡേറ്റ്, പെറ്റീഷൻ അപ്രൂവൽ ഡേറ്റ്, പെറ്റീഷൻ പെൻഡിംഗ് ഡേറ്റ്, വിസ അവൈലബിലിറ്റി തുടങ്ങിയ വിവരങ്ങൾ എടുത്ത് CSPA ഏജ് കണക്കാക്കാൻ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുക. കാരണം 21 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ് ഏറ്റവും സുരക്ഷിതം. CSPA കണക്കാക്കിയിട്ടും കുട്ടി പ്രൊട്ടക്റ്റഡ് ഏജിന് അർഹനല്ലെന്ന് മനസ്സിലായാൽ F1 പോലെയുള്ള മറ്റൊരു വാലിഡ് ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് ആവശ്യമുണ്ടോ എന്ന്
സമയത്തിന് മുൻപ് തന്നെ പരിശോധിക്കണം. പക്ഷേ ഓരോ കുടുംബത്തിന്റെയും സാഹചര്യം വ്യത്യാസമായതിനാൽ F1ലേക്ക് മാറുന്നതിന് സ്വമേധ എല്ലാവർക്കും ബാധകമായ പരിഹാരമാണെന്ന് കരുതരുത്. അതിനാൽ കുട്ടിയുടെ പ്രായം, നിലവിലെ വിസ സ്റ്റേറ്റസ്, മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് വിഭാഗം, പ്രയോറിറ്റി ഡേറ്റ് എന്നിവ പരിശോധിച്ച ശേഷമേ തീരുമാനം എടുക്കാവൂ. അമേരിക്കൻ മലയാളികളെ ബാധിക്കുന്ന ഗ്രീൻ കാർഡ്, H1B വിസ, H4, CSPA, വിസ ബുള്ളറ്റിൻ, F1 വിസ തുടങ്ങിയ ഇമിഗ്രേഷൻ വാർത്തകളും വിശദീകരണങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.